സാർ, ആദ്യത്തെ 6 യൂണിറ്റിൽ നിന്നാണല്ലോ കൂടുതൽ ചോദ്യങ്ങൾ. അതെ, ആദ്യത്തെ 6 യൂണിറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഏകദേശം ഒരു 60-65 മാർക്കിന് ആദ്യത്തെ 6 യൂണിറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള യൂണിറ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കുമോ സാർ? ഇനിയുള്ള യൂണിറ്റിൽ നിന്ന് താരതമ്യേന ചോദ്യങ്ങൾ കുറവായിരിക്കും. മാക്സിമം ഒരു 60 മാർക്കിന് വരെ ഉള്ള ചോദ്യങ്ങൾ ഇനിയുള്ള യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള യൂണിറ്റുകളിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് പരിചയപ്പെടുത്തുമോ സാർ? അത് ഞാൻ ചെയ്യാം. ഇനിയുള്ള യൂണിറ്റുകളിലെല്ലാം ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് പരിചയപ്പെടാം. ഓക്കെ. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്ന് പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് അമോണിയ, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസിൻ്റെ ഹാലൈറ്റ്സ്, സൾഫ്യൂറിക് ആസിഡ്, ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്, ഗ്രൂപ്പ് 18 എലമെൻറ്റ്സിൽ പ്രത്യേകിച്ച് സിനോൺ ഹാലൈറ്റ്സ്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. വാട്ട് ഹാപ്പൻസ് വെൻ PCl5 ഈസ് ഹീറ്റഡ്? PCl5നെ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹീറ്റ് ചെയ്യുമ്പോൾ PCl5ലെ 2 ആക്സിയൽ ബോണ്ട് താരതമ്യേന ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ട് PCl3യും Cl2 ആയിട്ട് മാറും. ഈ എനി 2 യൂസസ് ഓഫ് അമോണിയ ആൻഡ് സൾഫ്യൂറിക് ആസിഡ്. അമോണിയ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പ്രത്യേകിച്ച് ലിക്വിഡ് അമോണിയ നല്ലൊരു റെഫ്രിജറൻ്റായിട്ടും ഉപയോഗിക്കും. സൾഫ്യൂറിക് ആസിഡിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. അതിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈഡ് യൂസ് ഇൻ വേരിയസ് ഫീൽഡ്. എത്രമാത്രം സൾഫ്യൂറിക് ആസിഡ് ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ എത്രമാത്രം സൾഫ്യൂറിക് ആസിഡ് രാജ്യം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് വ്യാവസായിക അഭിവൃദ്ധി പോലും നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെയധികം ഉപയോഗമാണ് സൾഫ്യൂറിക് ആസിഡിനുള്ളത്. പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, പെട്രോളിയം റിഫൈനിങ്, അതുപോലെ മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്, പിഗ്മെൻറ്റ്, എക്സെട്ര. വാട്ട് ആർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്? ഗീവ് 2 എക്സാമ്പിൾ. കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഹാലജൻ. 2 വ്യത്യസ്ത ഹാലജനുകൾ ചേർന്ന് ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇത് 4 തരത്തിലാണുള്ളത്. അതിന് കാരണം 2 ഹാലജനിൽ വലിയ ഹാലജൻ്റെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അനുസരിച്ചിരിക്കും. അതായത് +1, +3, +5, +7 എന്നീ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വലിയ ഹാലജൻസ് കാണിക്കാം. പ്രധാനമായും അതിനകത്ത് ഡി ഓർബിറ്റൽ ഉള്ളതുകൊണ്ടാണ്, ഫ്ലൂറിൻ ഒഴിച്ചുള്ള ഹാലജനിൽ. അപ്പോൾ അതിനനുസരിച്ച് XX-3 ടൈപ്പ്, XX-5 ടൈപ്പ്, XX-7 ടൈപ്പ്. ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. CLF XX- ടൈപ്പിന്, CLF3 XX-3ക്ക് എക്സാമ്പിളാണ്. XX-5 ടൈപ്പിന് എക്സാമ്പിളാണ് IF5. XX-7 ടൈപ്പിന് എക്സാമ്പിളാണ് IF7. വാട്ട് ഹാപ്പൻസ് വെൻ SO3 ഈസ് പാസ് ത്രൂ വാട്ടർ? വെള്ളത്തിൽ കൂടി SO3യെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കാം? SO3യെ വെള്ളത്തിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ SO3 അലിഞ്ഞു ചേർന്ന് എന്തായി മാറും? സൾഫ്യൂറിക് ആസിഡായി മാറും. ഇനി അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. NH3 ഈസ് എ ലൂയിസ് ബേസ്. NH3 ഒരു ലൂയിസ് ബേസ് ആണ്. PCl3 ഫ്യൂംസ് ഇൻ മോയ്സ് എയർ. ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ PCl3 പുകയുണ്ടാക്കുന്നു. നമുക്കറിയാം, നൈട്രജനിൽ 5 ഇലക്ട്രോണിൽ 3 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നൈട്രജനിൽ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ നൈട്രജനിലെ ഈ ലോൺ പെയറിൻ്റെ സാന്നിധ്യമാണ് NH3യെ ഒരു ലൂയിസ് ബേസ് ആക്കുന്നത്. PCl3 ഹൈഡ്രോളൈസ് ഇൻ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഗിവിംഗ് ഫ്യൂംസ് ഓഫ് HCl. ഡിസ്ക്രൈബ് ഹേബർ പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്. നൈട്രജനും ഹൈഡ്രജനും 1:3 റേഷ്യോയിൽ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുന്നു. അയൺ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ, അഥവാ 700 കെൽവിനിൽ ഇത് അമോണിയ ഗ്യാസായിട്ട് മാറുന്നു. ഇതൊരു റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ΔH എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ ഉയർത്തിയാൽ ഉൽപ്പാദനം കുറയത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നതാണ് ഇക്വിലിബ്രിയം മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂടും. പക്ഷേ നമ്മളൊരു ഓപ്റ്റിമം മിനിമം ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നു. അത് 700 കെൽവിനാണ്. കാരണം അതിന് താഴെ ടെമ്പറേച്ചർ പോയാൽ ഉൽപ്പാദന തോത് കുറയും. അതുകൊണ്ട്
ഒരു ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ടു ആൻ ഓപ്റ്റിമം വാല്യൂ ഓഫ് 700 കെൽവിൻ. അതുപോലെ ഇതൊരു ഗേഷ്യസ് റിയാക്ഷനാണ്. അപ്പോൾ പ്രഷറിനെ കൂട്ടിയാൽ സിസ്റ്റം പ്രഷറിനെ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷറിനെ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് കുറയണം. മുന്നോട്ട് നടക്കുമ്പോൾ 1+3 4 മോളിക്യൂൾ ഫലത്തിൽ 2 മോളിക്യൂളായിട്ട് കുറയുന്നു. അപ്പോൾ നമുക്ക് പ്രഷറിനെ കൂട്ടുക എന്നുള്ളത് ഉൽപ്പാദനത്തെ കൂട്ടാൻ നല്ലൊരു മാർഗ്ഗമായി എടുക്കാവുന്ന. ഇൻക്രീസിങ് ദ പ്രഷർ ടു ആൻ ഓപ്റ്റിമം വാല്യൂ ഓഫ് 200 അറ്റ്മോസ്ഫിയർ. റിയാക്ടൻ്റായ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷനെ ഉയർത്തുക എന്നുള്ളതും ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്ക്രൈബ് ദ കോണ്ടാക്ട് പ്രോസസ് ഫോർ ദി മാനുഫാക്ചർ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ഏത് പ്രോസസ്സാണ്? കോണ്ടാക്ട് പ്രോസസ്. ഇതിൽ പ്രധാനമായും 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം സൾഫറിനെയോ സൾഫർ ഓറിനെയോ ഓക്സിജനിൽ കത്തിച്ച് SO2 ഗ്യാസാക്കി മാറ്റുക. S+O2 ഗീസ് SO2. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ കിട്ടിയ SO2 ഗ്യാസിനെ ഓക്സിഡൈസ് ചെയ്ത് SO3 ഗ്യാസാക്കി മാറ്റുക. വനേഡിയം പെൻഡോക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2SO2 + O2 ഗീസ് 2SO3 ഗ്യാസ്. കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ്. ഇവിടെയും മുന്നോട്ടുള്ള റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ΔH നെഗറ്റീവാണ്. ഇതൊരു റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷനുമാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ തോത് കൂടണമെങ്കിൽ SO3യുടെ അളവ് കൂടണം. അപ്പോൾ നമ്മൾ നേരത്തെ നിർദ്ദേശിച്ച പോലെ 2 കാര്യങ്ങൾ ഇവിടെയും നമുക്ക് പറയാം. ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ ടു ആൻ ഓപ്റ്റിമം വാല്യൂ ഓഫ് 720 കെൽവിൻ. അതുപോലെ ഇൻക്രീസിങ് ദ പ്രഷർ ടു ആൻ ഓപ്റ്റിമം വാല്യൂ ഓഫ് 2 ബാർ പ്രഷർ. ഇതാണ് 2 ഫേവറബിൾ കണ്ടീഷൻ. ഇതുകൂടാതെ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ SO2 ആൻഡ് O2. അപ്പോൾ SO3യുടെ അളവ് കൂടും. ഇങ്ങനെ കിട്ടിയ SO3 ഗ്യാസിനെ സൾഫ്യൂരിക് ആസിഡിൽ അലിയിച്ച് ഒലിയം എന്ന് പറയുന്ന ഹൈലി കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കും. H2S2O7. അങ്ങനെ കിട്ടുന്ന ഒലിയത്തെ വാട്ടർ ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. സജസ്റ്റ് എനി 2 ഫ്ലൂറൈഡ്സ് ഓഫ് സിനോൺ. ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഇറ്റ്. സിനോണിന് പ്രധാനമായും 3 ഫ്ലൂറൈഡാണ്. XeF2, XeF4, XeF6. പ്രധാനപ്പെട്ട 2 ഫ്ലൂറൈഡ് നമുക്ക് നോക്കാം. XeF2ഉം XeF4ഉം. XeF2ന് ലീനിയർ സ്ട്രക്ചറാണ്. XeF4ന് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചറുമാണ്. അപ്പോൾ സിനോൺ ഡൈഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ സിനോണിനെ ഫ്ലൂറിൻ വെച്ച് ട്രീറ്റ് ചെയ്യുക. പക്ഷേ സിനോണിൻ്റെ അളവ് എക്സസ് ആയിരിക്കണം, എങ്കിലേ ഡൈഫ്ലൂറൈഡ് കിട്ടും. കണ്ടീഷൻ 673 കെൽവിൻ 1 ബാർ പ്രഷർ. ഇനി ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അമോണിയ PCl3 PCl5ൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം. അമോണിയയുടെ പിരമിഡൽ സ്ട്രക്ചറാണ്, കാരണം നൈട്രജനിലൊരു ലോൺ പെയർ ഉണ്ട്. PCl3യുടെ പിരമിഡൽ സ്ട്രക്ചർ തന്നെയാണ്, കാരണം അമോണിയ പോലെ തന്നെ ഫോസ്ഫറസിലൊരു ലോൺ പെയർ ഉണ്ട്. എന്നാൽ PCl5ന് ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. പ്രിപ്പയർ എ ഷോർട്ട് റൈറ്റപ്പ് ഓൺ ലബോറട്ടറി ആൻഡ് കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് and also the main chemical properties and uses of nitric acid. Commercial preparation of nitric acid is called Ostwald's process. അപ്പോൾ നൈട്രിക് ആസിഡിനെ ലബോറട്ടറിയിൽ സാധാരണ നിർമ്മിക്കുന്നത് സോഡിയം നൈട്രേറ്റിലേക്ക് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്താണ്. അപ്പോൾ സോഡിയം നൈട്രേറ്റും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും ചേർന്ന് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റും നൈട്രിക് ആസിഡുമായിട്ട് മാറും. വ്യാവസായിക ഉൽപ്പാദനം ഓസ്റ്റ്വാൾഡ്സ് പ്രോസസ്സ് എന്നാണ്. ഇത് പ്രധാനമായും 3 സ്റ്റെപ്പുകളിലാണ് നടക്കുന്നത്. ഒന്നാമതായി catalytic oxidation of ammonia in presence of platinum or rhodium catalyst at 500 Kelvin and 9 bar pressure to get NO gas. അപ്പോൾ അമോണിയ കറ്റാലിറ്റിക് ഓക്സിഡേഷൻ നടത്തി NO ഗ്യാസ് ആക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ കിട്ടിയ NO ഗ്യാസിനെ ഓക്സിഡൈസ് ചെയ്ത് NO2 ഗ്യാസ് ആക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ NO2 ഗ്യാസിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് നൈട്രിക് ആസിഡായിട്ട് മാറ്റും. ആ സമയം നമുക്ക് NO ഗ്യാസ് കൂടെ കിട്ടും. ആ NO ഗ്യാസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാം. സൾഫ്യൂരിക് ആസിഡിനെ പോലെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും വളരെ ഉയർന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇറ്റ് ഓക്സിഡൈസസ് വെരി ലോ റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, അതുപോലെ നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ, അയോഡിൻ, സൾഫർ, ഫോസ്ഫറസ് എക്സെട്ര. ഉദാഹരണത്തിന് കോപ്പർ നൈട്രിക് ആസിഡുമായിട്ട് ചേരുമ്പോൾ copper is oxidized to Cu2+ and then it is converted to copper nitrate. നൈട്രിക് ആസിഡിലെ നൈട്രജൻ NO2 ഗ്യാസായിട്ട് റെഡ്യൂസ് ചെയ്യും, അതോടൊപ്പം വാട്ടറും കിട്ടും.
എന്നാൽ കാർബണുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ കാർബണെ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും. അപ്പോൾ നൈട്രിക് ആസിഡ് സ്വയം റെഡ്യൂസ് ചെയ്ത് NO2 ആവും, അതോടൊപ്പം വാട്ടറും കിട്ടും. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗം മാനുഫാക്ചർ ഓഫ് അമോണിയം നൈട്രേറ്റ് ഫോർ ഫെർട്ടിലൈസേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ, ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് ഫ്യൂവൽ. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ഓർത്ത് വച്ചേക്കാം. ഇമിറ്റേറ്റ് D and F ബ്ലോക്ക് എലമെൻറ്റ്സിൽ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഏരിയാസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, formation of colored ions, formation of complexes, catalytic property of transition elements. അതേപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, അറ്റോമിക് ആൻഡ് അയോണിക് സൈസസ് ഓഫ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. അതുപോലെ സം ആപ്ലിക്കേഷൻസ് ഓഫ് D and F ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇതിനകത്ത് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ transition metal ions are colored, but scandium 3+ ions are colorless. Why? Color of transition metal ion or their compound is due to the presence of incomplete n-1 d orbital and hence DD transition. അപ്പോൾ ഈ 8ാമത്തെ യൂണിറ്റിൽ നിന്ന് കളറിനെ കുറിച്ച് ഏത് ചോദ്യം ചോദിച്ചാലും മിനിമം നിങ്ങൾക്ക് DD ട്രാൻസിഷൻ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ. എന്നാൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കളർ ചോദിച്ചാൽ നിങ്ങൾ മിനിമം ഇറ്റ് ഈസ് ഡ്യൂ ടു എപ്സെൻഡർ എന്ന് എഴുതാൻ മറക്കരുത്. ഇനി സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ ആർഗൺ കോർ 3d1 4s2. അപ്പോൾ സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ പോവും, എസ് നിന്നും പോവും, ഡി നിന്നും പോവും. അപ്പോൾ +3 സ്റ്റേറ്റിൽ നോ ഡി ഇലക്ട്രോൺ, അതുകൊണ്ട് നോ DD ട്രാൻസിഷൻ. അതുകൊണ്ട് Sc3+ കളർലെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഗീവ് എനി 4 മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് D and F ബ്ലോക്ക് എലമെൻറ്റ്. D and F ബ്ലോക്ക് എലമെൻറ്റ് ഏതെങ്കിലും 4 മേജർ ആപ്ലിക്കേഷൻസ് നോക്ക്. മെനി ഓഫ് ദ മെറ്റൽ ആൻഡ് ദെയർ കോമ്പൗണ്ട്സ് ആർ essential catalysts in the chemical industry. ഉദാഹരണത്തിന് വനേഡിയം പെൻഡോക്സൈഡ് catalyze the oxidation of SO2 in the manufacture of sulfuric acid. Titanium tetrachloride with a trimethyl aluminum forms the basis of Ziegler-Natta catalyst used to manufacture polythene. Another one application, iron catalysts are used in Haber process for the production of ammonia. Nickel catalyst ആണെങ്കിൽ that enable hydrogenation of fats. അതുപോലെ വക്കർ പ്രോസസ്, ദാറ്റ് മീൻസ് ദ ഓക്സിഡേഷൻ ഓഫ് ഈഥൈൻ ടു എഥനാൽ. ഈഥൈൻ എഥനാലായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതിൽ കാറ്റലൈസ് ചെയ്യുന്ന പലേഡിയം ക്ലോറൈഡാണ് PdCl2. ദ നിക്കൽ കോംപ്ലക്സസ് ആർ യൂസ്ഫുൾ ഇൻ ദ പോളിമറൈസേഷൻ ഓഫ് ആൽക്കൈൻസ് ആൻഡ് അതർ ഓർഗാനിക് കോമ്പൗണ്ട് സച്ച് ആസ് ബെൻസീൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, write any one oxidizing reaction of potassium dichromate and potassium permanganate in acid medium. പൊട്ടാസ്യം പെർമാംഗനേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും വളരെ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റാണ് ഇൻ ആസിഡ് മീഡിയം. ഉദാഹരണത്തിന് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസസ് ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. അപ്പോൾ H2S എന്താക്കുന്നു? സൾഫർ ആക്കും. ഇനി അയൺ 2 സോൾട്ട് എന്താക്കി ഓക്സിഡൈസ് ചെയ്യും? അയൺ 3 സോൾട്ടായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അയൺ 3 സോൾട്ട് Fe3 സോൾട്ടായിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഇതേപോലെ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസസ് H2S to sulfur, Fe2 salt to Fe3 salt. ഇതേപോലെ തന്നെ നമുക്ക് പറയാം അയഡൈഡ് ടു അയോഡിൻ, Sn2+ salt to Sn4+ salt, oxalic acid to carbon dioxide. Draw the structure of chromate and dichromate ion. ക്രോമേറ്റിൻ്റെയും ഡൈക്രോമേറ്റ് അയോണിൻ്റെയും സ്ട്രക്ചർ. ക്രോമേറ്റ് അയോൺ CrO4 2-, that is tetrahedral structure. Dichromate ion 2 chromate tetrahedra are joined through a common oxygen atom. That means double tetrahedral structure. അടുത്തത് what is mesh metal? Write any 2 uses of potassium permanganate. എന്താണ് mesh metal? An alloy of 95% lanthanoid, 5% iron and traces of sulfur, carbon, calcium and aluminium is called mesh metal. KMnO4ൻ്റെ uses. Number 1, as an oxidant in preparatory organic chemistry, then for bleaching wool, cotton, silk and other textile fibers, and for the decolorization of oils. Manganese in electronic configuration, argon core 3d5 4s2, 2+ ആകുമ്പോൾ ഔട്ടർ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, SE 2 ഇലക്ട്രോൺ പോയി, 3d5. ഇപ്പോൾ 3d5 എന്ന് പറയുമ്പോൾ D ഓർബിറ്റിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക്കാണ്. അപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് ചോദിച്ചാൽ കുറഞ്ഞ പക്ഷം ഇറ്റ് ഈസ് ഡ്യൂ ടു അൺപെയ്ഡ് ഇലക്ട്രോൺ എന്നെങ്കിലും എഴുതാം.
ഇനി ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അത് സ്പിൻ ഓൺലി ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n ഇൻറ്റു n+2 BM. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. D5 കോൺഫിഗറേഷൻ. അപ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ 5. എന്നിന് പകരം 5 എടുക്കുമ്പോൾ √35, ദാറ്റ് ഈസ് 5.92 BM. വാട്ട് ഈസ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ? വാട്ട് ഇസ് ഇറ്റ് കോസ് ആൻഡ് കോൺസിക്വൻസ്? നമ്മൾ ലാന്തനൈഡ് സീരീസിൽ ലന്താനത്തിൽ ലുട്ടേറ്റിയത്തിലേക്ക് പോകുമ്പോൾ അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് സൈസ് സ്റ്റഡി ആയിട്ട് അല്പാൽപ്പം കുറയും. ഇതിനെ വിളിക്കുന്നവരാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ദ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഓഫ് ലാന്തനോയിഡ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഇസ് കോൾഡ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദ പുവർ ഷീൽഡിംഗ് ഓഫ് 4 ഓഫ് ഇലക്ട്രോൺ ഈസ് അൺഏബിൾ ടു കൗണ്ടർ ബാലൻസ് ദി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അനേക ഫലങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒന്ന്, സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെൻറ്റ്സ് ഹാവ് സിമിലർ അറ്റോമിക് റേഡിയം. ഉദാഹരണത്തിന് ദ സിമിലർ അറ്റോമിക് റേഡിയം ഓഫ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. അതും ക്വസ്റ്റനായിട്ട് ചോദിക്കാം. അറ്റോമിക് റേഡിയം ഓഫ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഈസ് സെയിം ഓർ ഇറ്റ് ഈസ് ഫൗണ്ട് ടുഗദർ ഇൻ നേച്ചർ. വൈ? എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ. രണ്ടാമത്തെ കോൺസിക്വൻസ്, ദ ബേസിക് ക്യാരക്ടർ ഓഫ് ദെയർ ഹൈഡ്രോക്സൈഡ് ഡിക്രീസ് ഫ്രം ലന്താനം ടു ലുട്ടേറ്റിയം. ലന്താനത്തിൽ നിന്ന് ലുട്ടേറ്റിയത്തിലേക്ക് പോകും ബേസിക് ക്യാരക്ടർ കുറയുന്നു. ഫോർ എക്സാമ്പിൾ, lanthanum hydroxide is more basic, lutetium hydroxide is least basic. Again, why? It is due to lanthanoid contraction. അതേപോലെ മൂന്നാമത്തത്, the lanthanoids have similar physical properties and they occur together in nature, so their isolation is difficult. What happens when acidified solution of KMnO4 reacts with an aqueous solution of Fe2 chloride? Write color change if any. ഇത് നമ്മൾ KMnO4ൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയിൽ കണ്ടതാണ്. That means KMnO4 oxidizes ferrous salt to ferric salt. That means Fe2 salt to Fe3 salt. Because in acid medium, KMnO4 completely get reduced to Mn2+, which is colorless. And therefore it oxidizes Fe2+ salt to Fe3+ salt. As a result, the purple color of KMnO4 changes to colorless. MnO4- manganese +7 oxidized state, which is purple in color. In acid medium, since it completely get reduced to Mn2+, which is colorless. So the color change is purple to colorless. ഒമ്പതാമത്തെ question നോക്ക്. Give reason. Transition metal ions are involved in complex formation. Transition metals and their compounds show catalytic properties. Most of the compound of transition elements are paramagnetic in nature. Complex formation കാരണം എന്താണ്? It is due to the comparatively smaller size of the metal ion, their high ionic charges, and the availability of vacant d orbital for bond formation. ഇനി ട്രാൻസിഷൻ എലമെൻറ്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒന്ന്, അതിൻ്റെ വേരിയബിൾ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് കാരണം. പിന്നെ സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാരണം അഗെയിൻ അവൈലബിലിറ്റി ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. ഇനി പാരാമാഗ്നറ്റിക് ക്യാരക്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും ഇറ്റ് ഈസ് ഡ്യൂ ടു അൺപെയ്ഡ് ഇലക്ട്രോൺ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ക്രോമൈറ്റ് ഓർ FeCr2O4 നിന്നാണ് ഉണ്ടാക്കുന്നത്. 3 സ്റ്റെപ്പുകളാണ് ഇവിടെയുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ പോലും ആ സ്റ്റെപ്പുകൾ മെൻഷൻ ചെയ്യുക. കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ഇൻറ്റു സോഡിയം ക്രോമേറ്റ്, അതായത് ക്രോമേറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റാം. എങ്ങനെ? ബൈ ഫ്യൂഷൻ വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എയർ. രണ്ടാമത്തെ സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് Na2CrO4 എന്താക്കി മാറ്റുക? സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റുക. എങ്ങനെ? ബൈ അസിഡിഫിക്കേഷൻ വിത്ത് സൾഫ്യൂറിക് ആസിഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ കിട്ടിയ സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർഷൻ ഓഫ് സോഡിയം ഡൈക്രോമേറ്റ് ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. എങ്ങനെ? ബൈ ട്രീറ്റിംഗ് വിത്ത് KCl. എന്നിട്ട് അവസാനം കിട്ടുന്ന സൊല്യൂഷനെ കൂൾ ചെയ്യുക. അപ്പോൾ ഓറഞ്ച് റെഡ് ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സെപ്പറേറ്റ്സ് ഔട്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ ഓഫ് potassium permanganate. Draw the structure of manganate and permanganate ion. Also predict the shape and magnetic property of these ions. Potassium dichromate ne pole potassium permanganate preparation important ആണ്. Potassium permanganate is prepared from pyrolusite, that is MnO2. The preparation involves 2 steps. Number 1, conversion of pyrolusite MnO2 to potassium manganate K2MnO4. എങ്ങനെ? By fusion with the KOH in presence of air or oxygen. അപ്പോൾ MnO2 എന്തായി മാറി? K2MnO4 ആയി. രണ്ടാം സ്റ്റെപ്പിൽ കൺവേർഷൻ ഓഫ് പൊട്ടാസ്യം മാംഗനേറ്റ് ടു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബൈ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ
വിത്ത് KOH. മാംഗനേറ്റ് അയോണിൻ്റെയും പെർമാംഗനേറ്റ് അയോണിൻ്റെയും സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ്. ആൻഡ് മാംഗനേറ്റ് അയോൺ ഈസ് പാരാമാഗ്നറ്റിക്, വെറാസ് പെർമാംഗനേറ്റ് അയോൺ ഈസ് ഡയമagnetic. 9ാമത്തെ യൂണിറ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇതിൽ പ്രധാനമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മേഖലകൾ നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പേരെഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ പേര് തന്നിട്ട് സ്ട്രക്ചർ എഴുതാനും ചോദിക്കാം. ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമുക്കിതിനകത്തെ കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് 2 കോർഡിനേഷൻ എനിറ്റീസ് വിച്ച് ഈസ് കൈറാൽ ഓർ ഓപ്റ്റിക്കലി ആക്റ്റീവ്. ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ ആ കോംപ്ലക്സ് അസിമെട്രിക് ആയിരിക്കണം. ദാറ്റ് മീൻസ് നോട്ട് സിമെട്രിക്. അപ്പോൾ ട്രാൻസ്ഫോം ഈസ് സിമെട്രിക്, ബട്ട് ദ സിസ് ഫോം ഈസ് അസിമെട്രിക്, ആൻഡ് therefore it is chiral and is optically active. So the answer is the cis form. Name one coordination compound of platinum effectively inhibit the growth of tumors. The answer is cisplatin. That is the cis form of the complex PT-NX3 twice Cl2. That is diamine dichloroplatinum 2. And the cis form is used. Write IUPAC name of the following coordination compounds. അപ്പോൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോർഡിനേഷൻ സ്പിയറിന് പുറത്ത് അഥവാ പ്രൈമറി വാലൻസിൽ പോസിറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ആദ്യം എഴുതണം. അതിനുശേഷം ലിഗാൻസിൻ്റെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എണ്ണം ഉൾപ്പെടെ എഴുതണം. അതിനുശേഷം സെൻട്രൽ മെറ്റലിൻ്റെ പേരെഴുതുക. അതിനുശേഷം ബ്രാക്കറ്റിൽ റോമൻ ന്യൂമറിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതി കാണിക്കണം. ഇനി പ്രൈമറി വാലൻസി അതായത് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നെഗറ്റീവ് അയോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് അവസാനം എഴുതണം. അപ്പോൾ പ്രൈമറി വാലൻസിയുടെ എണ്ണം കാണിക്കേണ്ട, സെക്കൻഡറി വാലൻസിയിൽ വരുന്ന ലിഗാൻ്റെ എണ്ണം മാത്രമാണ് മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് ലിഗാൻ്റെ പേര് ഓയിൽ അവസാനിക്കണം. ഇതുകൂടാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആനിയോണിക് കോംപ്ലക്സിൽ മെറ്റലിൻ്റെ പേര് ATയിൽ അവസാനിക്കണം. അപ്പോൾ ഈ കോമ്പൗണ്ട് നോക്കി, പുറത്ത് നെഗറ്റീവ് അയണാണ്, അപ്പോൾ അതിൻ്റെ പേര് അവസാനം എഴുതും. അപ്പോൾ ലിഗാൻ്റെ പേര് ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതണം. വാട്ടറിനെ അക്വ എന്നാണ് പറയുക, NH3 അമീൻ. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ എണ്ണം ഉൾപ്പെടെ എഴുതുക. ട്രൈ അമീൻ, ട്രൈ അക്വോ, അല്ലെങ്കിൽ അക്വ എന്നും പറയാം. സെൻട്രൽ മെറ്റൽ ആരാണ്? ക്രോമിയം. ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിൽ കൊടുക്കണം. പ്രൈമറി വാലൻസിൽ 3 Cl- ആണ്. അപ്പോൾ കോംപ്ലക്സ് കോർഡിനേഷൻ 3+ ആണ്. അകത്തുള്ള 2 ലിഗാൻഡ് ന്യൂട്രലാണ്. അപ്പോൾ ആ 3+ എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ക്രോമിയം 3, പുറത്തുള്ളത് പേര് മാത്രം പറഞ്ഞാൽ മതി. ഏതായോണാണ്? ക്ലോറൈഡ്. അതിൻ്റെ എണ്ണം പറയണ്ട. അപ്പോൾ ട്രൈഅമീൻ, ട്രൈ അക്കോ, ക്രോമിയം 3 ക്ലോറൈഡ്. രണ്ടാമത്തതിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് പോസിറ്റീവ് അയൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ആദ്യം എഴുതണം. ആരാണത്? മെർക്കുറി. ദെൻ ലിഗാൻ്റെ പേര് എഴുതുക, എണ്ണം ഉൾപ്പെടെ. എത്ര എണ്ണം ഉണ്ട്? 4. അപ്പോൾ ടെട്രാ തയോസൈനേറ്റോ, SCN-, തയോസൈനേറ്റോ, മെർക്കുറി ടെട്രാ തയോസൈനേറ്റോ. സെൻട്രൽ മെറ്റലിൻ്റെ പേര്, ഇത് ആനിയോണിക് കോംപ്ലക്സാണ്, കാരണം മെർക്കുറി 1+ പുറത്തുണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സ് കോർഡിനേഷൻ 1- ആണ്. അപ്പോൾ കൊബാൾട്ടേറ്റ്, മെറ്റലിൻ്റെ പേര് ATയിൽ അവസാനിച്ചു. ഓക്സിഡേഷൻ നമ്പർ നോക്കിയേ, 4 മൈനസിൽ 1 മൈനസേ പുറത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ കൊബാൾട്ട് 3. ഇപ്പോൾ മെർക്കുറി ടെട്രാ തയോസൈനേറ്റോ, കൊബാൾട്ട് 3. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഡൈക്ലോറിഡോ, ബിസ്, ഈഥേൻ 1,2-ഡയമീൻ, കൊബാൾട്ട് 3. അപ്പോൾ ഇവിടെ സെൻട്രൽ മെറ്റൽ എടുക്കുക, കൊബാൾട്ട്. ഡൈക്ലോറിഡോ 2 ക്ലോറിൻ, ബിസ്, ഈഥേൻ 1,2-ഡയമീൻ. പേരിൽ തന്നെ ഡൈ ഉള്ളതുകൊണ്ടാണ് സെപ്പറേറ്റ് പ്രിഫിക്സ് ഉപയോഗിച്ചത്. ബിസ് 2 എണ്ണം. എത്തിലീൻ ഡയമീൻ അഥവാ ഈഥേൻ 1,2-ഡയമീനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം, EN ട്വൈസ്. സ്ക്വയർ ബ്രാക്കറ്റ് പുറത്ത് ആരും പറഞ്ഞിട്ടില്ല, അപ്പോൾ ചാർജ് എഴുതണം. നോക്ക്, ക്ലോറിൻ 1- ആണ്, 2 ക്ലോറിൻ 2-. EN
ന്യൂട്രലാണ് എത്തിലീൻ ഡയമീൻ. അപ്പോൾ കൊബാൾട്ടിനെ 3+ൽ 2+ 2 ക്ലോറൈഡ് അയണുമായിട്ട് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ മിച്ചം 1+. ഇനി അടുത്ത് നോക്കിയേ, പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ്. അപ്പോൾ പുറത്ത് ആരുണ്ട്? പോസിറ്റീവ് അയണുണ്ട്. അത് ആദ്യം എഴുതി. അതിൻ്റെ എണ്ണം സെൻട്രൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അവസാനം കണ്ടുപിടിക്കാം. അപ്പോൾ പൊട്ടാസ്യം ട്രൈ ഓക്സലേറ്റോ ക്രോമേറ്റ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ക്രോമിയം. എത്ര ഓക്സലേറ്റ് അയോൺ ഉണ്ട്? 3. ഓക്സലേറ്റ് അയണെ ചുരുക്കി OX എന്ന് എഴുതാം, അല്ലെങ്കിൽ C2O4 2- ഇതാണ് ഓക്സലേറ്റ് അയോൺ. C2O4 ത്രൈസ് 3 അല്ലേ, ട്രൈ ഓക്സലേറ്റോ സ്ക്വയർ ബ്രാക്കറ്റ് എൻസ്. ഇനി ക്രോമിയം 3 ആണ്. ഓക്സലേറ്റ് അയോൺ 2- ആണ്. അപ്പോൾ 3 ഓക്സലേറ്റ് 6-. ആ 6-ൽ 3+ ആണ് ക്രോമിയം. അപ്പോൾ ഈ കോംപ്ലക്സ് കോർഡിനേഷൻ 3- വരത്തില്ലേ? അപ്പോൾ ആ 3- ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 3 പൊട്ടാസ്യം വേണ്ടേ? അപ്പോൾ വാട്ട് ഈസ് ദ ഫോർമുല? K3CrOX thrice. Why is geometrical isomerism not possible in tetrahedral complex having 2 different types of unidentate ligand coordinate to the central metal ion? നമുക്കറിയാം tetrahedral structure is highly symmetric. Therefore, the relative position of one ligand with respect to the other of the same type will remain the same. And therefore, they do not show geometrical isomerism. Then question number 6. Draw the structures of geometrical isomers of Fe NX3 twice Cn 4 times 2-. Well, this is a complex of the type MA2B4 type. അപ്പോൾ നമുക്ക് 2 ജോമെട്രിക്കൽ ഫോം വരയ്ക്കാം. ഒരേപോലുള്ള 2 ലിഗാൻഡ് സെൻട്രൽ മെറ്റലിൻ്റെ ഒരേ സൈഡിൽ വരച്ചാൽ സിസ് എന്നും ഓപ്പോസിറ്റിൽ വരച്ചാൽ ട്രാൻസ് എന്നും വിളിക്കും. Tetrahedral complex do not show geometrical isomerism because the relative position of the unidentate ligand attached to the central metal atom are the same with respect to each other. And this is the cis form. 2 NH3 ഒരേ സൈഡിൽ, then 2 NH3 opposite വരച്ചു, that is the trans form. Question number 7. How many ions are produced from complex CO NH3 cis times Cl2 in solution? ഇത് സൊല്യൂഷൻ ഇടുമ്പോൾ ഒരു കോംപ്ലക്സ് അയോൺ കിട്ടും. പ്രൈമറി ബാലൻസിൽ 2 ക്ലോറൈഡ് അയോൺ നമുക്ക് കിട്ടും. അതുകൂടാതെ 2+ കോംപ്ലക്സ് അയോണും കിട്ടും. അപ്പോൾ ടോട്ടൽ ഒരു കോംപ്ലക്സ് അയോണും അതിൻ്റെ പ്രൈമറി ബാലൻസിലുള്ള 2 അയോണൂടെ ചേർത്ത് ടോട്ടൽ 3. The spin only magnetic moment of MnBr4 2- is 5.9 bm. Predict the geometry of the complex ion. നമുക്കറിയാം മാഗ്നറ്റിക് മൊമെൻറ്റ് 5.9 വരണമെങ്കിൽ അതിനകത്ത് 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. അപ്പോൾ D5 കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലേ. മാംഗനീസിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. ആർഗൺ കോർ 3D5 4s2 ആണ്. ഇവിടെ 2- ആണ് കോംപ്ലക്സ് കോർഡിനേഷൻ ഉള്ളത്. 4 ബ്രോമിന് 4-, 2- വരണമെങ്കിൽ മാംഗനീസ് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ. അപ്പോൾ Mn 2+ൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ 2 ഇലക്ട്രോൺ SEന്ന് പോകും. അപ്പോൾ Dയിൽ 5 ഇലക്ട്രോൺ. ഈ 5 ഇലക്ട്രോണും അൺപെയ്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് കിട്ടിയത്. അങ്ങനെ വരുമ്പോൾ ഇന്നർ ഡി എടുക്കാൻ സ്കോപ്പില്ല. അപ്പോൾ പുറത്ത് എസും പുറത്ത് പിയുടെ ഹൈബ്രിഡൈസ് ചെയ്താൽ നമുക്ക് 4 ലിഗാൻഡ് ആറ്റത്തെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എസും 3 പിയുടെ ഹൈബ്രിഡൈസ് ചെയ്യും. ആൻഡ് ദെയർഫോർ the hybridization is sp3. Therefore, the geometry of the complex is tetrahedral. Due to the presence of 5 unpaired electrons, the complex is highly paramagnetic. Match the following. NiCO 4 times. എന്തായിരിക്കും? Purification of metal. That is called Mond's process. അല്ലേ? Cyanocobalamin. That is related to vitamin B12. Triphenyl phosphine rhodium chloride. That's a typical example of Wilkinson's catalyst. That is called a homogeneous catalyst. Then EDTA, ethylene diamine tetraacetic acid. That is used for the treatment of lead poisoning. Then AgS2O3 twice 3-, and that is used in black and white photography. AuCN twice. That is used in the extraction of metal. For example, cyanide process called the leaching. Okay, next question. List the various type of isomerism possible for coordination compound, giving an example of each. Organic compounds ne pole coordination compounds ella type isomerism kanikkum, both structural and stereo isomerism. Stereo isomerism 2 type aanu, geometrical isomerism and optical isomerism. For example, PT NX3 twice Cl2.
ഡയമീൻ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2 കോംപ്ലക്സ്. ഇതിന് രണ്ട് ഫോം ഉണ്ട്, സിസ് ഫോം ദാറ്റ് ഈസ് സിസ്പ്ലാറ്റിൻ ആൻഡ് ട്രാൻസ് ഫോം ദാറ്റ് ഈസ് ട്രാൻസ്പ്ലാറ്റിൻ. Optical isomerism, for example, COEN thrice 3+. This complex will exhibit because it is asymmetric and therefore it is non-superimposable on its mirror image. So it is chiral and therefore optically active. Then structural isomerism are of 4 types. Linkage isomerism, that is due to difference in the linking atom with the ambidentate ligands. Coordination isomerism, that is due to difference in the coordinating ligand to the same central metal. ഇവിടെ NX3 കൊബാൾട്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ NX3 ക്രോമിയമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്തത്. അയണൈസേഷൻ ഐസോമറിസം, ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ അയണൈസേഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഇവിടെ SO4 ലിഗാൻഡ് ആണ്, അതുകൊണ്ട് അയണൈസബിൾ അല്ല. എന്നാൽ ഇവിടെ SO4 പ്രൈമറി വാലൻസിയിലാണ്, അതുകൊണ്ട് അയണൈസബിൾ ആണ്. ആദ്യത്തെ കോംപ്ലക്സിൽ BR പ്രൈമറി വാലൻസി ആയതുകൊണ്ട് അത് അയണൈസബിൾ ആണ്. എന്നാൽ രണ്ടാമത്തേൽ BR ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അയണൈസബിൾ അല്ല. അങ്ങനെ അയോൺസ് കോർഡിനേഷൻ സ്പിയറിന് അകത്തും പുറത്തും കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു ഈ കോംപ്ലക്സിൽ. ദെയർഫോർ ഇറ്റ് ഷോസ് അയണൈസേഷൻ ഐസോമറിസം ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഇനി വാട്ടർ ലിഗാൻഡായിട്ട് വരുന്ന കേസിൽ കാണുന്ന സ്ട്രക്ചറൽ ഐസോമറിസമാണ് സോൾവേറ്റ് ഐസോമറിസം. ഇവിടെ 3 ക്ലോറിൻ പ്രൈമറി വാലൻസിയിലുണ്ട്. ഒരു ക്ലോറിൻ ലിഗാൻഡായിട്ട് ആക്ട് ചെയ്തപ്പോൾ ഒരു വാട്ടർ എന്ത് ചെയ്തു, സോൾവേറ്റ് ചെയ്തു. അങ്ങനെ Cl- പ്രൈമറി വാലൻസിൽ നിന്ന് സെക്കൻഡറി വാലൻസിലേക്ക് മാറ്റപ്പെട്ടാൽ അല്ലെങ്കിൽ ലിഗാൻഡായിട്ട് മാറ്റപ്പെട്ടാൽ ഇതിനകത്തുള്ള വാട്ടർ എന്ത് ചെയ്യും, എത്ര Cl- വരുന്നോ അതിനനുസരിച്ച് വാട്ടർ സോൾവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ദ കോർഡിനേഷൻ നമ്പർ ഈസ് എ കോൺസ്റ്റൻറ്റ്. 10ാമത്തെ യൂണിറ്റായ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസിൽ നിന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ്, പ്രിപ്പറേഷൻ ഫ്രം ഹൈഡ്രോകാർബൺസ്, റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് പ്രത്യേകിച്ച് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, SN1 ആൻഡ് SN2 മെക്കാനിസം, റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് particularly electrophilic substitution, then polyhalogen compound, for example trichloromethane. ഹാലോ ആൽക്കെയിൻസ് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ്ട് കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിന് ഒരു 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ SN1 മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏതെങ്കിലും 2 or 3 എക്സാമ്പിൾ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്ലോറോബെൻസിൻ പഠിച്ചു വെച്ചേക്കാം. ദെൻ ഇമ്പോർട്ടൻറ്റ് നെയിംഡ് റിയാക്ഷൻ, ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, സാൻമോസ് റിയാക്ഷൻ. ഇവിടെ HCl ആഡ് ചെയ്യുന്ന ഒരു അൺസിമെട്രിക് ആൽക്കീലായതുകൊണ്ട് മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് മേജർ പ്രോഡക്റ്റ് കിട്ടും. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. SN1 മെക്കാനിസം 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ, സെക്കൻഡ് സ്റ്റെപ്പ് കാർബോകാറ്റയോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ന്യൂക്ലിയോഫൈൽ കാർബോകാറ്റയോണിൽ അറ്റാക്ക് ചെയ്യും. ദാറ്റ്സ് എ ഫാസ്റ്റ് സ്റ്റെപ്പ്. ക്ലോറോബെൻസിൻ്റെ 3 ടിപ്പിക്കൽ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. Cl ആറ്റം ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓർത്തോ പാര ഡയറക്റ്റിംഗ്. അപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. അതിൽ ഓർത്തോ ഈസ് ദ മേജർ പ്രോഡക്റ്റ് ആൻഡ് പാര ഈസ് ദ മൈനർ പ്രോഡക്റ്റ്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അസൈൽ ഗ്രൂപ്പ് ഒരു അരീനിലേക്ക് അല്ലെങ്കിൽ ബെൻസീനിലോ ബെൻസീൻ ഡെറിവേറ്റീവിലോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വിത്ത് അൺഹൈഡ്രസ് AlCl3. അതാണ് എന്ത്, ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഈ അഡീഷൻ ടിപ്പിക്കൽ മാർക്കോണിക്കോഫ് അഡീഷനാണ്. 11ാമത്തെ യൂണിറ്റ് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. ഇതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ പ്രത്യേകിച്ച് ഫ്രം ആൽക്കീൻ കാർബണൈൽ കോമ്പൗണ്ട്, ദാറ്റ് മീൻസ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, and also from Grignard reagent. Preparation of phenol from haloarenes, diazonium salt. Chemical reaction പ്രത്യേകിച്ച് ലൂക്കാസ് ടെസ്റ്റ്, that is test to distinguish primary, secondary and tertiary alcohol, that is important. Then dehydration, nitration of phenol. ഫീനോളിനെ നൈട്രേറ്റ് ചെയ്യുമ്പോൾ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് നൈട്രേറ്റ് ചെയ്യുമ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തോയും പാരയും, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് വെച്ചാണെങ്കിൽ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് 2,4,6 ട്രൈനൈട്രോഫീനോൾ അഥവാ പിക്രിക് ആസിഡും കിട്ടും. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഫിനോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിയാക്ഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്, റൈമ-ടീമൻ റിയാക്ഷൻ. ദെൻ കൊമേഴ്സ്യലി ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ, ദാറ്റ് ഈസ് എത്തനോൾ. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഈതർ, ദാറ്റ് ഈസ് ബൈ വില്യംസൺ സിന്തസിസ്. ദെൻ ലാസ്റ്റ് വൺ കെമിക്കൽ റിയാക്ഷൻ, ദാറ്റ് ഈസ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാലോ. എഥനോളിനെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നിട്ട് 443 കെൽവിൻ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ആൽക്കീൻ ഈസ് ദ പ്രോഡക്റ്റ്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൾഡിഹൈഡ് ആണ്, അതിനെ സോഡിയം ബോറോഹൈഡ്രേറ്റ്, ദാറ്റ് ഇസ് എ വെരി ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ CHO ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്ത് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എ കറസ്പോണ്ടിങ് പ്രൈമറി ആൽക്കഹോൾ. ലൂക്കാസ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ 2 മാർക്സിൽ കൊടുത്തിട്ടുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 10ഉം 11ഉം. ഇതിൻ്റെ ആൻസേഴ്സ് കൂടി നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് റൈമ-ടീമൻ റിയാക്ഷൻ, nitration of phenol with concentrate nitric acid, addition of Grignard reagent, മെഥനാലിൽ ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ, വേറെ ഏത് ആൾഡിഹൈഡിൽ ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോണിൽ ആഡ് ചെയ്ത് ഹൈഡ്രോളിസ് ചെയ്താൽ ടെർഷ്യറി ആൽക്കഹോൾ. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ്. 3 റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലോറോബെൻസീൻ ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ, ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, അനിസോളിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഓർത്തോയിലും പാരയിലും. ഓർത്തോ ഇസ് ദ മൈനർ പ്രോഡക്റ്റ്, പാര ഇസ് ദ മേജർ പ്രോഡക്റ്റ്. ഫിനോളിനെ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് നൈട്രേറ്റ് ചെയ്യുമ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ, പാര ഇസ് ദ മേജർ പ്രോഡക്റ്റ്. യൂണിറ്റ് 12 ആൾഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇതിൽ പ്രധാനപ്പെട്ട ഏരിയ പ്രിപ്പറേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൾഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇതിലെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. 1 മാർക്കിന് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് 4 ഉണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻ 1 ഉണ്ട്. ഇതിൻ്റെ ആൻസർ നോക്കിയാലോ. ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ, 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ക്ലെമൻസൺ റിഡക്ഷൻ, വുൾഫ് കിസ്റ്റർ റിഡക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എറ്റാർഡ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 1 മാർക്ക് 2 ക്വസ്റ്റ്യൻസ്, 3 മാർക്സ് 4 ക്വസ്റ്റ്യൻസ്, 3 മാർക്സ് 3 ക്വസ്റ്റ്യൻസ്, 4 മാർക്സ് 4 ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ആൻസർ കൂടി നോക്കാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ, COH ഗ്രൂപ്പ് ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മെറ്റ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഓൺലി ദ മെറ്റ പ്രോഡക്റ്റ്. ദിസ് ഈസ് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഇൻ ആസിഡ് മീഡിയം. ദർഫോർ ഇവിടെ ഏത് ഗ്രൂപ്പാണെങ്കിലും അത് എന്തായിട്ട് മാറും? കാർബോക്സിലിക് ഗ്രൂപ്പായിട്ട് മാറും ഇൻ ആസിഡിക് മീഡിയം. റോസമൻസ് റിഡക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പതിമൂന്നാമത് ചാപ്റ്റർ അമീൻസ്. അതിലെ പ്രധാനപ്പെട്ട മേഖലകൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ്, റിയാക്ഷൻസ് ഓഫ് ഡയസോണിയം സോൾട്ട്. ഇതിലെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നോക്കാം.
Hinsberg test is important. Test to distinguish primary, secondary and tertiary amine using Hinsberg reagent. Hofmann bromide degradation reaction is important. Sandmer's reaction is important. Aniline NH2 group is an activating group and therefore it is orthopara directing. Then typical conversions, that is the coupled reaction. Answers നോക്കിയേ. This is Sandmer's reaction. These two are typical coupling reaction. Azo dye formation. This is orange dye. This is yellow dye. 14ാമത്തെ യൂണിറ്റ് ബയോമോളിക്യൂൾസ്. അതിൽ പ്രധാനപ്പെട്ട ഏരിയ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, മോണോസാക്രൈഡ്സ്, പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സൂക്രോസ്, ദെൻ ഡൈസാക്രൈഡ്, ദ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, inverse sugar, starch and glycogen, that is the polysaccharides, then denaturation of protein, chemical composition of nucleic acid. ഇതിലെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. എൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ 4 ഉണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കേ. ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, ഡിഫറൻസ് ബിറ്റ്വീൻ DNA and RNA, ഡിഫറൻസ് ബിറ്റ്വീൻ DNA and RNA, anomers, യൂണിറ്റ് 15 പോളിമേഴ്സ്. ഇതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്, ദെൻ റബ്ബർ, നാച്ചുറൽ റബ്ബർ, ദെൻ വൾക്കനൈസേഷൻ, ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 മാർക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മാർക്സ് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 4 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് കൂടി നോക്കാം. ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. ഇതിൽ നമുക്ക് സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. യൂണിറ്റ് 16 കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്. ഇതിലെ പ്രധാനപ്പെട്ട ഏരിയാസ് അൻറ്റാസിഡ്, ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്, ആൻറ്റി മൈക്രോബയൽസ്, പ്രത്യേകിച്ച് ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻറ്റ്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 മാർക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 മാർക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 മാർക്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് കൂടി നോക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പോൾ 16 യൂണിറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുമല്ലോ.